മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കുകയും ദൈവത്തിന്റെ സർവ്വ കൃപകളും അനുഗ്രഹങ്ങളാലും നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 15-ാമത്തെ അധ്യായത്തിന്റെ 26-ാമത്തെ തിരുവചനത്തിലൂടെ ഈശോനാഥൻ നമ്മെ പഠിപ്പിക്കുകയാണ്, സത്യാത്മാവ് വരുമ്പോൾ എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകും. ആത്മാവാണ് ഈശോയെക്കുറിച്ച് ഈ ലോകത്തിന് സാക്ഷ്യം നൽകാനായിട്ട് പോവുക. ദൈവം ആത്മാവിലൂടെ ഈശോയെക്കുറിച്ചുള്ള സാക്ഷ്യം ഈ ലോകത്തിന് നൽകും. ആത്മാവാണ് ഈശോയെക്കുറിച്ച് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. ദൈവത്തെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈശോയുടെ സ്നേഹം, ഈശോയുടെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ നിറയണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരണം ഈശോയെക്കുറിച്ച്. ആത്മാവേ എന്റെ ജീവിതത്തിൽ നിറയണമേ, എന്റെ കുടുംബത്തിൽ നിറയണമേ. നമുക്ക് ആത്മാവിനോട് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും ഈശോയെ അറിയാത്തവരുണ്ടെങ്കിൽ ആത്മാവ് അവർക്ക് ഈശോയെ വെളിപ്പെടുത്തി കൊടുക്കട്ടെ. കാര്യങ്ങൾ യാചനയോടെ പിടിച്ച് പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ അധ്വാന മേഖലകളിൽ നിറയുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ. ആത്മാവ് ഞങ്ങൾക്ക് എല്ലാം വെളിപ്പെടുത്തി തരട്ടെ. ആത്മാവിന്റെ കൃപകൾ ഞങ്ങളുടെ ഭവനങ്ങളിൽ, ഞങ്ങളുടെ അധ്വാന മേഖലകളിൽ നിറയട്ടെ. പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ നിറയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവിന്റെ ശക്തിയാലും ദിവ്യകാരുണ്യ ശക്തിയാലും ആശീർവദിക്കുമ്പോൾ ഇവരിൽ നിന്ന്, ഇവരുടെ ഭവനങ്ങളിൽ നിന്ന്, ഇവരുടെ അധ്വാന മേഖലയിൽ നിന്ന് എല്ലാ തടസ്സങ്ങളും, ബന്ധനങ്ങളും, കെട്ടുകളും നിർവീര്യമായി തീരട്ടെ. പൈശാചിക ശക്തിയിൽ വിട്ടുപോകട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. ആമേൻ.